ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ യൂണിറ്റ് ആണ്, കനൽ വഴിയിൽ കരുത്തോടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതിന് താഴെയുള്ളത് വായിക്കാം. രാരിക്കം രാരാരോ രേരിക്കം രേരാര്, രാരിക്കം രാരാരോ രേരിക്കം രേരേരെ. മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയടി, ചെറവെള്ളം വന്നാൽ നമ്മളെ കുഞ്ഞുങ്ങൾ എങ്ങനെയടി. മലവെള്ളം വന്നാൽ നമ്മൾ മറുമേല കയറും, ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കയറും. രാരിക്കം രാരേരെ രേരിക്കം രേരേരെ, രാരിക്കം രാരേരെ രേരിക്കം രേരേരെ. ഈ നാടൻ പാട്ട് എല്ലാവരും ചേർന്ന് പാടും. ഇതൊരു നാടൻ പാട്ടാണ്. അപ്പോൾ കൂട്ടുകാർ ടീച്ചർ പാടി തന്ന പോലെ നന്നായിട്ട് പാടി നോക്കുക. ഇനി കവിത പോലെ കഥ പോലെ നാടൻ പാട്ടുകളും നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നാടൻ പാട്ടിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നാടൻ പാട്ടിലൂടെ ഓരോ ജീവിത രീതികളും അനുഭവങ്ങളുമാണ് പങ്കുവെക്കുന്നത്. ജോലി എളുപ്പമുള്ളതാക്കാൻ ചേർന്ന് പാടുന്ന നാടൻ പാട്ടുകളുമുണ്ട്. നാടൻ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വായ്ത്താരികളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നാടൻ പാട്ടിൽ മലവെള്ളം വന്നാൽ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യുമെന്ന ഉത്കണ്ഠയും അതിന് പരിഹാരമായി മല കയറും എന്നുമുള്ള വരികളാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുവെള്ളം വന്നാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ചെറുമല കയറുമെന്ന് മറുപടിയായി പറയുന്ന ജീവിതാവസ്ഥകളാണ് ഈ പാട്ടിലൂടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, എന്താണോ നാടൻ പാട്ട്, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇനി ഒരു കവിത പരിചയപ്പെടാം. കവിതയുടെ പേര് ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നല്ലൊരു കോടി മാവേലിമാർ. അപ്പൊ നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം. കപ്പ കുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണാഘോഷിക്കയാണ് ഞങ്ങൾ, പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ. മല വിണ്ടു കീറിത്തിളച്ചു സമസ്തവും, പ്രളയം പെരുങ്കാളി ചുട്ടുതിന്നു. മണ്ണിനടിയിൽ പിടയുന്നിതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണിയായൂർ. മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കനെ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴക്കാർന്നു തിന്നു. ഉത്രാട രാവിലെ പാൽനിലാവേ, ഒക്കെ നിനക്കറിവുള്ളതല്ലേ. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും. നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടു. ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ. ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം, മർത്യജീവിതമെന്നൊരു ഉയർപ്പുഗാനം. ഓക്കെ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ എഴുതിയതാണ് താമസമെന്തേ വരുവാൻ എന്നുള്ളതിലെ ഒരു കവിതയാണ് ഇത്. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് നമ്മുടെ കേരളം പ്രളയം അഭിമുഖീകരിച്ച സമയത്തുണ്ടായ ഒരു ഓണത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഓണത്തിന്റെ സമയത്തായിരുന്നു പ്രളയം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എവിടെയായിരുന്നു? ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു അല്ലെ. അവരുടെ ഉടയവരെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടിട്ടും വീടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നിട്ടും കേരളം എല്ലാം ഒറ്റക്കൈയായി എല്ലാവരും ഒരുമയോടെ നിൽക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു തീമാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കവിത ചൊല്ലാം. കവിത ആദ്യം മൗനമായി വായിക്കും, തുടർന്ന് ഗ്രൂപ്പുകളായി ഈണത്തിൽ ഒന്നിച്ചു ചൊല്ലും. എല്ലാം ഒഴുക്കി കൊണ്ടുപോകുന്ന പെരും പ്രളയകാലത്തിന്റെ സൂചനകൾ കവിതയിലുണ്ട്. വരികൾ കണ്ടെത്തി ചൊല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കവിത നന്നായിട്ട് ചൊല്ലി നോക്കുക, എന്നിട്ട് പ്രളയത്തിന്റെ സൂചനകളുള്ള വരികൾ ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കുക. ഇനി അടുത്തത് കവിതയുടെ ഉള്ളറിയാം എന്നുള്ളതാണ്. ഇപ്പരുവത്തിൽ ജീവിക്കാൻ മേല ഒക്കെ പൊറുക്കനെ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. പൂക്കളെ കണ്ടിട്ടും നമുക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ്? കേരളം വളരെ മോശമായ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാനാണ്? മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായി തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്ത അവസ്ഥ. ചിലർക്ക് ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ, ചിലർക്കാണെങ്കിൽ ജീവനോടെ ഒന്നുമില്ല. ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് അവരുടെ ഉറ്റവരെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പൂക്കളെ കണ്ടിട്ട് പോലും ചിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് കവി പറയുന്നത്. കാരണം മനസ്സിൽ അത്രയും ദുഃഖങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വരിയിലൂടെ കവി അങ്ങനെ പറയുന്നത്. അടുത്തത് കൊളേഷാണ്.
ദുരന്തങ്ങളും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെക്കുറിച്ച് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം. അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കൂ. കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പ്രളയത്തിൻ്റെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ഈ ജൂലൈയിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ വയനാട് അല്ലെ മുണ്ടക്കൈ ദുരന്തത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ന്യൂസ് പേപ്പറുകളിലും മറ്റുമൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് നിങ്ങൾ നല്ലൊരു കൊളാഷ് ഉണ്ടാക്കുക. ഇനി അടുത്ത പ്രവർത്തനം വിശകലന കുറിപ്പാണ്. എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും, കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും, നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ, ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കെ, ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളം എന്നുള്ള സംഘഗാനം, മർത്യജീവിതമെന്നൊരു ഉയർപ്പുഗാനം. അപ്പോൾ 1.1 കോടി മാവേലിമാർ എന്ന കവിത നൽകുന്ന സന്ദേശം എന്താണ്? ഈ വരികൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതുപോലെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടപ്പോൾ അതിനെതിരെ പോരാടിയ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാമെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ അടുത്ത പാഠത്താണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വരികളിലെ ഒരു വിശകലനം നമുക്ക് തയ്യാറാക്കാം. ഓക്കെ. ഏഴാഞ്ചേരി രാമചന്ദ്രന്റെ 1.1 കോടി മാവേലിമാർ എന്ന കവിതയിൽ കേരള ജനത അനുഭവിച്ച ദുരന്തങ്ങളുമാണ് പറയുന്നത്. ഒരു ഓണക്കാലമായിട്ട് പോലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയും പ്രളയത്തിൽ ഇല്ലാതായവരുടെ ജീവിതവുമാണ് ഈ കവിത. പ്രണയം തിരിച്ചു കിട്ടിയവരുടെ കവിത, മണ്ണിനടിയിൽ അകപ്പെട്ടവരുടെ കവിത, മാതാപിതാക്കളും മക്കളും വളർത്തുജീവികളും നഷ്ടപ്പെട്ടവരുടെ കവിത. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് പ്രകൃതി തിരിച്ചടി നൽകിയപ്പോൾ കേരളം കണ്ടത് ചരിത്രത്തിലെ തന്നെ വലിയ ദുരന്തമായിരുന്നു. ഒരായുസ് കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു തളരാതെ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. നന്മയുള്ള അനേകം മനുഷ്യർ താങ്ങായും തണലായും കൈകോർത്തു ലക്ഷക്കണക്കിന് സഹായവും പലയിടങ്ങളിൽ നിന്നും എത്തിച്ചേർന്നു. മനുഷ്യത്വം വറ്റാത്ത ആയിരം മാവേലിമാർ ഒത്തുകൂടി എത്ര വലിയ ദുരന്തം വന്നാലും ഒരുമിച്ച് കൈകോർത്ത് അതിനെ അതിജീവിക്കുമെന്ന് കേരള ജനത കാട്ടിക്കൊടുത്തു. ഒരുമയുടെയും അതിജീവനത്തിന്റെയും സഹായം മനോഭാവത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശമാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്ത പാഠഭാഗം ഭൂമിക്ക് വേണ്ടി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.